ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളുടെ വഴക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ആലോചനയിലാണ് ഞാൻ. അത് കുഴപ്പമില്ല കുഞ്ഞെ. അല്ല, അതല്ല, നിങ്ങളുടെ വഴക്ക് കാണുമ്പോൾ സങ്കടം ഞങ്ങൾക്കാം. ഇത് നമ്മൾ പൊരിച്ചെടുക്കാൻ പോവാണ്. അതിനാദ്യം എന്താ വേണ്ടത്? ഈ മസാല കൂടിനകത്തേക്ക് നമ്മൾ ഇവനെ ഇങ്ങനെ ഇടും. എന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഇങ്ങനെ തേച്ചിങ്ങനെ പിടിപ്പിക്കണം. മടിച്ചിക്കാതെ പിടി. ഞാൻ പിടിക്കണോ? പിടിയങ്ങോട്ട്. ഇത് നോക്കുന്ന ആ മീൻ നിന്നെ കടിക്കൊന്നുമില്ല. അത് ചത്തിട്ട് കുറെ നാളായി. ഇങ്ങോട്ട് ഈ പാകത്തിന് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് വറുത്തെടുത്ത് എനിക്ക് കൊണ്ട് വരണം. നോക്കട്ടെ സുസുന്റെ കൈപ്പുണ്യം. ചെല്. അത് കത്തിച്ച് വെച്ചിട്ടുണ്ട് സുസു. അത് ഇനി ഒന്നും ചെയ്യണ്ട. അങ്ങനെ അങ്ങോട്ട് തെറിക്കരുത്. വെളിച്ചെണ്ണയാണ്. ആ അതെ. തീ കൂടുതലാണോ നോക്കണം കേട്ടോ. അതുപോലെ അരപ്പില് ഉപ്പ് കൂടുതലാണോ നോക്കണം. കൃത്യസമയത്ത് മീൻ വേവ് നോക്കിയിട്ട് കറക്റ്റ് സമയത്ത് മറിച്ചിടണം കേട്ടോ. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണോ? അല്ല, ഞാൻ ചെയ്യാം. എന്റെ സുസു, ഇതൊക്കെ അവിടെ പോയിട്ട് നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ സുസു തന്നെയല്ലേ ചെയ്ത് പഠിക്കണ്ടേ? അതങ്ങനെ അടുക്കള കയറാൻ പറഞ്ഞ അടുക്കള കയറി, ചൊർക്ക എടുക്കാൻ പറഞ്ഞ ചർക്ക എടുത്തോണ്ട് പാർട്ടിയാണ്. എന്താവും എന്തോ. അവിടെ കൈയും കഴികൊണ്ട് അതവിടെ കിടന്ന് കരിയില്ലേ? അങ്ങോട്ടല്ലേ പിന്നെ കൈ എഴണ്ടേ? നാർന്നു. പിന്നെ ചാണകമല്ലേ അത്? മീനാണത്. അങ്ങോട്ട് പോയി നോക്ക്. വറുത്തതിന്റെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തീ കറക്റ്റായിട്ട് നോക്കിയിട്ട് മറിച്ചിട്ട് സുസു. അതെ, എന്നെ എത്ര കൊച്ചാക്കൊന്നും വേണ്ട. കുറച്ചു കാലമായിട്ട് അടുക്കളയിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയാ. എന്ന് വെച്ചൊരു മീൻ പൊരിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ഇതെങ്ങാനും ഇവൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ അംഗം മുഴുവൻ ഞാൻ കാണുന്നില്ല. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. മീൻ പൊരിച്ച് റെഡി ആണോ? എന്നാ കൊണ്ടുവാ. ഈശ്വരാ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും ആദ്യമായിട്ടാണ് ഭാര്യയുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. മിനിച്ചേക്കണേ. ഇങ്ങോട്ട് എന്ത് മൂടിക്കുഞ്ഞ് വെച്ചേക്കുന്ന? ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. ഓ അങ്ങനെ. സുസു, ഞാനിത് ആസ്വദിച്ച് കഴിക്കാൻ പോവുക. ഈ മീൻ പൊരിച്ചതിൽ അറിയാം സുസുവിന്റെ മികവ്. ഇതെന്ത് കരിമീനാ? നന്നായിട്ട് കരിച്ചിരിപ്പുണ്ടല്ലോ. സുസു, ഇങ്ങനെയാണ് നീ പാചകം ചെയ്യാൻ പോകുന്നെങ്കിൽ കുറെ പാടുപെടും. കുറച്ച് കരിഞ്ഞെന്നല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എന്റെ സുസു, നീ മത്സരിക്കാൻ പോകുന്നത് പാചകകല വിദ്യയാക്കിയിട്ടുള്ളവരടുത്താണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി പോയില്ലെങ്കിലേ സുസു നീ പാടുപെടും. ഞാനേ ചിറ്റപ്പം പറഞ്ഞ ഹോട്ടലിലെ ഷെഫിനെ കാണാൻ പോവാ. അയാൾ നല്ല കൃത്യമായിട്ട് പാചകം പഠിപ്പിച്ചു തരും. കേട്ടല്ലോ? ഒന്നുകിൽ ആ ഷെഫിന്റെ ജോലി ഇതോടുകൂടി തെറിക്കും, അല്ലെങ്കിൽ അയാൾ ജോലി മതിയാക്കി ഈ രാജ്യം തന്നെ വിടും. രണ്ടിലൊന്നും ഉറപ്പാണ്. എന്നാലും ഇത്രയും വലിയൊരു ക്യാഷ് പ്രൈസ് ഇത് ആർക്ക് കിട്ടും? അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. എന്തായാലും മത്സരം കൊടുക്കും, ആ കാര്യത്തിൽ സംശയമില്ല. മുഖവുരൊന്നും വേണ്ട വിഷ്ണു, നേരെ കാര്യത്തിലേക്ക് കടന്നോളൂ. ഞാൻ വന്നത് ഇക്കോട് മറ്റൊരു സഹായം ചോദിക്കാനാ. എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കണമായിരുന്നു. ലോറിയോ? ഏയ്
അല്ലല്ല, ഒരു ഓട്ടോറിക്ഷ. താനെന്താ ലോറി ഓട്ടം നിർത്തി ഓട്ടോ ഓടിക്കാൻ പോവാണോ? അതല്ലേക്ക് ഒരു മാറ്റം വേണമെന്ന് തോന്നി. പിന്നെ ആ സംഭവം കൊണ്ട് ഇക്കൊക്കെയുണ്ടായ നഷ്ടം പറഞ്ഞു നികത്താൻ പറ്റുന്നതല്ലല്ലോ. എന്റെ നഷ്ടം നീ കാര്യമാക്കണ്ട. നിനക്ക് താല്പര്യമുള്ള ജോലി എന്താണോ അതാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. ഓട്ടോ ഓടിക്കാനാണ് നീ താല്പര്യപ്പെടുന്നതെങ്കിൽ ഞാനൊരു ഓട്ടോ വാങ്ങി തന്നാ മതിയോ? അല്ല, അത് വേണ്ടക്ക. വേറൊന്നുമില്ല, എന്നെ ബാങ്കിലൊന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി. അപ്പൊ ഞാൻ അവിടെ നിന്നൊരു ലോൺ എടുത്തോളാം. അപ്പൊ അതാവുമ്പോ ഓട്ടോ ഓടിച്ച് കിട്ടുന്നതിൽ നിന്ന് എനിക്ക് കുറേശ്ശെ ഈ ലോൺ അടിച്ച് തീർക്കാമല്ലോ. അതൊരു നല്ല കാര്യമാണ്. സ്വന്തം വണ്ടിയാണ് ഓടിക്കുന്നതെന്നുള്ള സംതൃപ്തിയും കിട്ടും. പിന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ബന്ധം ജില്ലാ കളക്ടറുടെ ഒരു ഫോൺ കോളിനുണ്ട്. അവർ ഓട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തരും. ആ ഒരു ബന്ധം പറഞ്ഞ് ലോൺ എടുക്കാതിരിക്കാനാണ് ഞാൻ ഇക്കടെ സഹായം ചോദിച്ചത്. അത് മാത്രമല്ല വിഷ്ണു, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ ആ കുട്ടിക്ക് അത് ക്ഷീണമാവുകയും ചെയ്യും. അത് സുബേർക്കാക്ക് ഏട്ടത്തമ്മയെ കുറിച്ച് അറിയാനിട്ടാ. എന്ത് പണിയെടുക്കുന്നതിലും അത് മാന്യമാണെങ്കിൽ ഏട്ടത്തമ്മ കൂടെ നിൽക്കും. അത് ഞാൻ ആശാനടുത്തും പറഞ്ഞിട്ടുള്ള കാര്യമാ. ആശാൻ ഇപ്പോഴും മനസ്സിലൊരു കോംപ്ലക്സ് ഉണ്ട്. അതിന് മലയാളത്തിൽ ഒരു വാക്കുണ്ടല്ലോ, അപകർഷതാബോധം. അത് നന്നായിട്ടുണ്ട് ആശാന്. അതുകൊണ്ടുള്ള തോന്നലാ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. എന്തായാലും ബാങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. സൗകര്യം പോലെ വിഷ്ണു അങ്ങ് ചെന്നാ മതി. ആ എന്നാ പിന്നെ ഇവനും കൂടി ഒരു ഓട്ടോ എടുക്കട്ടെ. രണ്ടുപേർക്കും കൂടി ഒരു സ്റ്റാൻഡിൽ കിടന്ന് ഓടാലോ. ഓട്ടോ ഞാൻ മേടിച്ചു തരാം. ഡെയിലി വാടക തന്നാ മതി. അത് ആലോചിക്കാവുന്നതാണ്. ആദ്യം ആശാൻ വണ്ടി എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കൈ നോക്കാം. അത് ഈ തലയിരിക്കുമ്പോ വാലാടരുതല്ലോ. ആ അതും ശരിയാണ്. അപ്പൊ ഇനി മുതലേ ആശാൻ ഓട്ടോ വിഷ്ണു. ശാന്തേച്ചി വീട്ടിലേക്കാണല്ലോ വരുന്നത്. അമ്മയായിട്ട് കണ്ട വീണ്ടും വഴക്കാവുമല്ലോ. ശാന്തേച്ചി, അമ്മ ആക്കണ്ട്. എന്തെങ്കിലും കാര്യം എന്നോട് പറയാനാണ് വന്നെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പൊയ്ക്കോ. വെറുതെ എന്തിനാ തമ്മിൽ കണ്ട് വഴക്കിന്റെ ആഴം കൂട്ടുന്ന? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വഴക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ആലോചനയില്ല ഞാൻ. അത് കുഴപ്പമില്ല കുഞ്ഞെ. അല്ല, അതല്ല, നിങ്ങളുടെ വഴക്ക് കാണുമ്പോ സങ്കടം ഞങ്ങൾക്കാം.